മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വ്ലോഗെല്ലാം കാണാറുണ്ട്. ആ വ്ലോഗിലൂടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ദിയ പങ്കുവച്ചിട്ടുമുണ്ട്. അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം ഓബയോസിയുടെ പുതിയ പ്രോഡക്ട്സും പുതിയ ബിൽഡിങ്ങും തന്നെയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ അശ്വിനായിരുന്നു പിന്നീട് അങ്ങോട്ട് വ്ലോഗെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അശ്വിൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. നാളെ നീ വളരുമ്പോൾ അച്ഛനൊന്നും ചെയ്തില്ല എന്നും അച്ഛനെ കൊണ്ടൊരു ഉപയോഗവുമില്ല എന്ന് നിനക്ക് തോന്നരുത്. നിനക്ക് വേണ്ടി ഈ സൗഭാഗ്യമെല്ലാം നേടിത്തന്നത് ഞാനാണ് നിന്നെ അതിനെല്ലാം സഹായിച്ചത്. നീ അതൊരിക്കലും മറക്കരുത്. ഇതാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. ഇപ്പോൾ അശ്വിൻ ഇത് പറഞ്ഞത് വളരെ സങ്കടത്തോടെയാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും മറുപടിയുമായി നൽകുന്നതും പറയുന്നതുമെല്ലാം. ആരാധകരുടെ സ്നേഹം പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണ. ദിയേക്കാൾ ഉപരി ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അശ്വിന് പിന്നാലെയാണെന്നും പറയാം. അശ്വിനോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ കാണിക്കാറുമുണ്ട്. അക്കൂട്ടത്തിലിതാ ദിയ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അശ്വിന് വിഷമമാണ് വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ്. കാരണം ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും എല്ലാം പറയുന്നതും ഇതേ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമാണ് അശ്വിനോടും ദിയയോടും. ദിയയുടെ വ്ലോഗിൽ അശ്വിൻ ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് വിഷമം ചിലപ്പോൾ ഉള്ളിലുണ്ടായിരിക്കാം. KKG എങ്ങനെയാണോ ദിയയ്ക്ക് വേണ്ടി ഒരു ബേസ് കെട്ടിക്കൊടുത്തത്, അതുപോലെ ഇതാ നോക്ക്, ദിയ നിനക്ക് വേണ്ടി ഒരു ബേസ് കെട്ടിത്തന്നിട്ടുണ്ട്. ഇതാണ് ഓമിയോട് അശ്വിൻ പറയുന്നത്. ഓമി ശരിക്കും ഭാഗ്യവാനാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് അനുഗ്രഹീതനാണ്. ഇങ്ങനൊരു വീട്ടിൽ ജനിക്കാനും ഇങ്ങനൊരു അമ്മയെ ലഭിക്കാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ വ്ലോഗിലെല്ലാം സംസാരിക്കുന്നത്. ഇവിടെ നിൻ്റെ അമ്മ നീ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബിസിനസ് ഏറ്റെടുക്കാനൊരു പ്രായമാകുമ്പോഴേക്കും ശരിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കും. നിനക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിൻ്റെ അമ്മ ഒരുക്കി തന്നിട്ടുണ്ട്. യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബിലുള്ള വരുമാനം കൊണ്ട് തന്നെ ഓബയോസി എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഇനി ഓമി വലുതായി കഴിഞ്ഞാൽ അവന് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ മറ്റെങ്ങും നോക്കണ്ട, ഓബയോസി തന്നെ വളർത്തിയെടുത്താൽ മതി. അവനിപ്പോൾ കൊച്ചു മുതലാളിയാണ്. എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി അവൻ്റെ അമ്മ ചെയ്തിട്ടുണ്ട്. അവൻ നാളെ വരുമ്പോൾ ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നോർത്ത് തന്നെയാണ് അവൻ്റെ അമ്മയും അച്ഛനും ഇതെല്ലാം ചെയ്തത്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അശ്വിൻ തൻ്റെ മാതാവിനെയും പിതാവിനേക്കാളും ഉപരി കൃഷ്ണകുമാറിനെക്കുറിച്ചും സിന്ധുവിനെക്കുറിച്ചും ദിയേനെക്കുറിച്ചും തന്നെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് പ്രേക്ഷകരും ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. അശ്വിന് തൻ്റെ വീട്ടുകാരെ മറന്ന പോലെയാണ്. മുഴുവൻ സമയവും ദിയയോടൊപ്പം ഇപ്പോൾ വ്ളോഗിലൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അശ്വിൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതി കൂടി പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.